ദൈവത്തിൻ്റെ പുനരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. സ്തോത്രം. ദൈവത്തെ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ നാം എഴുന്നേൽക്കണം. സ്തോത്രം. നാം എഴുന്നേൽക്കുക മാത്രമേ ദൈവത്തിൻ്റെ വാഗ്ദത്തം, ദൈവത്തിൻ്റെ നിയോഗം എന്തെന്ന് നാം തിരിച്ചറിഞ്ഞ് നാം എഴുന്നേറ്റ് ദൈവത്തിനു വേണ്ടി പോരാടണം. സ്തോത്രം. അസ്സീറിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ നിനവയെക്കുറിച്ച് അവരുടെ പാപങ്ങൾ ദൈവത്തിൻ്റെ ചെവിയിലെത്തി അവരോട് അറിയിക്കുന്നതിന് വേണ്ടി യഹോവയായ ദൈവം യോനയോട് പറയുന്നു, നീ പോയി വചനം പ്രസംഗിക്കാം, അതിന് വിരോധമായി നീ പ്രസംഗിക്കാം. എന്നാൽ ദൈവശബ്ദം കൂട്ടാക്കാതെ ദൈവം പറഞ്ഞ വഴിയെ പോകാതെ യോന കൂലി കൊടുത്ത് കപ്പൽ കയറി താൻ തർശീശിലേക്ക് പോയതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിന് അല്ലാതെ ദൈവഹിതത്തിന് വിപരീതമായി പോയ യോനയെ ദൈവം മടക്കിക്കൊണ്ടുവരുന്ന ഒരു ചരിത്രമാണ് യോനയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 4 അധ്യായമുള്ള യോനയുടെ പുസ്തകത്തിൽ 2 പ്രാവശ്യം യോനയ്ക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായി. ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി എന്ന് പറയുമ്പോൾ ദൈവവുമായി കൂട്ടായ്മയുണ്ടായിരുന്ന, ദൈവവുമായി സംസർഗമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു യോന എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കൂടാതെ ഒരു എബ്രായനായിരുന്നു യോന. യഹൂദ പ്രവാചകന്മാരിൽ ചെറിയവനായിരുന്ന യോനായെ സ്തോത്രം ദൈവം വിളിച്ച് ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയപ്പോൾ ദൈവം എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നമുക്ക് യോനയുടെ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. താൻ കൂലി കൊടുത്ത് തർശീശിലേക്ക് പോയപ്പോൾ, കപ്പൽ കയറിപ്പോയപ്പോൾ ദൈവം ഒരു പെരുങ്കാറ്റടിപ്പിച്ചു, കപ്പൽ തകരുമാറാകത്തക്കവണ്ണം കടൽ കോളുണ്ടായി എന്ന് നമുക്കിതിൽ നിന്ന് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നുവല്ലോ. കപ്പൽ പ്രമാണി അടുത്തു വന്ന് നശിച്ചു പോകാതിരിക്കേണ്ടതിന് നീ നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക എന്ന് യോനായോട് പറയുന്ന ഒരു വാക്ക്, വചനം നമുക്ക് 1-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ യോന പറയുന്നൊരു മറുപടി അവിടെ ഉണ്ട്. താൻ ദൈവവുമായി എത്ര അടുപ്പമുള്ളായിരുന്ന ആയിരുന്നു എന്ന് തൻ്റെ വചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കടലും കരയും ഉണ്ടാക്കിയ യഹോവയായ ദൈവത്തെ ഞാൻ ഭജിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ യോനയ്ക്ക് മുൻകാലത്ത് ദൈവവുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ദൈവഹിതത്തിന് വിപരീതമായി പോയപ്പോൾ കാറ്റ് പടകിനെ അടിച്ച് കപ്പൽ ഇളകുമാറായപ്പോൾ എല്ലാവരും നിലവിളിച്ചപ്പോൾ യോന കപ്പൽ പ്രമാണിയോട് പറയുന്നുണ്ട്, എന്നെ എടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞു കളയുക. അപ്പോൾ സ്തോത്രം, കാറ്റ് നിൽക്കും, ദൈവത്തിൻ്റെ കോപം നിൽക്കുമെന്ന് യോന അവരോട് പറഞ്ഞപ്പോൾ അവർ യോനയെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. ദൈവത്തിൻ്റെ നിയോഗം നാം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കണം. നിനവയിൽ പ്രസംഗിക്കാൻ പോ എന്ന് പറഞ്ഞ യോനായോട്
അത് കൂട്ടാക്കാതെ അതിന് വിപരീതമായി പോയപ്പോൾ, സ്തോത്രം, ദൈവം കൽപ്പിച്ചാക്കിയ മത്സ്യം യോനയെ വിഴുങ്ങത്തക്കവണ്ണം, സ്തോത്രം, താൻ ദൈവത്തിൻ്റെ കയ്യിൽ ആയി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അനേക വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിച്ച, അനേക ദൈവത്തിൻ്റെ ഉപദേശം നാം ശ്രദ്ധിച്ച, ദൈവമായിട്ടൊരു കാലത്ത് നാം സംസർഗമുണ്ടായിരുന്ന നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനനുസരിച്ച് വിപരീതമായി പോകുമ്പോൾ യോനയ്ക്കുണ്ടായതുപോലുള്ള ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാമെന്ന് യോനയുടെ പുസ്തകത്തിൽ കൂടി നമ്മെ വരച്ചു കാണിച്ചിരിക്കുന്നു. സ്തോത്രം. യോന എന്ന വാക്കിൻ്റെ അർത്ഥം ഡവ് അഥവാ പീജിയൻ, പ്രാവ് എന്നാകുന്നുവല്ലോ. അതിൻ്റെ അർത്ഥം പ്രാവ് പോലെ താൻ നിഷ്കളങ്കനായിരുന്നു എന്ന് ദൈവത്തിന് അറിയാമായിട്ടും താൻ പറഞ്ഞ് വാക്ക് കേൾക്കാതെ പോയതുകൊണ്ട് ദൈവത്തിൻ്റെ കൈ യോനയുടെ മേൽ വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സ്തോത്രം. താൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് യഹോവയോട് നിലവിളിക്കുന്നു. യഹോവേ, എന്നെ രക്ഷിക്കണമേ. സ്തോത്രം എന്ന് യോന ദൈവത്തോട് നിലവിളിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ മരണവുമായി യോനയുടെ ജീവിതവുമായി ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്, അതിനൊരു നിഴലാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യോനയുടെ, സ്തോത്രം, അനുഭവത്തിൽ ചിലത് ദാവീദിൻ്റെ അനുഭവമായി നാം ബന്ധിക്കുമ്പോൾ 69 സങ്കീർത്തനത്തിലും ഇങ്ങനെ വായിക്കുന്നു, ദൈവമേ, എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു, ഞാൻ നിലവില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു, ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു, പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു, എൻ്റെ നിലവിളിയാൽ ഞാൻ തളർന്നിരിക്കുന്നു, എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു, ഞാൻ ദൈവത്തെ പ്രതീക്ഷിച്ച് എൻ്റെ കണ്ണു മങ്ങിപ്പോകുന്നു എന്ന് 69 സങ്കീർത്തനക്കാരൻ പറയുന്നു. ഇതേ അനുഭവം തന്നെയാണ് യോനയുടെ ജീവിതത്തിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് യോനയും പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു എന്ന് യോന പറയുമ്പോൾ, താൻ മടങ്ങി വരുവാന്നതിനു വേണ്ടി ദൈവത്തോട് നിലവിളിക്കുന്നു. മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് താൻ ദൈവത്തോട് നിലവിളിക്കുന്നു. സ്തോത്രം. എന്നെ രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് നിലവിളിക്കുന്നു. എന്നാൽ ദൈവം കൽപ്പിച്ചിട്ട് യോനയെ കരയ്ക്ക് ശബ്ദിച്ചു. സ്തോത്രം. പിന്നീട് യോനയെ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് യോനയെ മടക്കിക്കൊണ്ടുപോകുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ദൈവം നമുക്ക് തന്ന വാഗ്ദത്തം പുറംകാലുകൊണ്ട് നാം എറിഞ്ഞു കളഞ്ഞ്, ദൈവം നമ്മോട് പറഞ്ഞ പല വാഗ്ദത്തങ്ങൾ നാം ശ്രദ്ധിക്കാതെ ദൈവത്തിന് വിരോധമായി നാം പോകുമ്പോൾ യോനയ്ക്കുണ്ടായതുപോലുള്ള ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം. കഷ്ടതയും പ്രയാസവും പ്രതികൂലങ്ങളും എന്തു വന്നാലും ദൈവഹിതത്തിന്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന്, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നാം ചെവി കൊടുത്താൽ, നാം നമ്മെ തന്നെ ഒരുക്കി നാം എഴുന്നേൽക്കുവാൻ തയ്യാറായാൽ ദൈവം നമ്മിൽ കൂടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനിടയായിത്തീരും. കപ്പൽ പ്രമാണി പറഞ്ഞു, നീ എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. സ്തോത്രം. അന്യജാതിക്കാരനായ കപ്പൽ പ്രമാണി അവരുടെ ദൈവത്തോട് നിലവിളിച്ചു. കാറ്റും കടലുകൾ നിൽക്കാതിരുന്നപ്പോൾ നിന്റെ ദൈവത്തോട് നിലവിളിക്കുക എന്ന് പറഞ്ഞപ്പോൾ
യോന പറഞ്ഞ വാക്ക് വളരെ പ്രശസ്തിയുള്ളതാണ്. നാം ദൈവത്തിനു വേണ്ടി എഴുന്നേൽക്കാം. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. നാം ദൈവത്തിനു വേണ്ടി എഴുന്നേൽക്കാം. സ്തോത്രം. ദൈവത്തിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ കൂടി വെളിപ്പെടുത്താം. ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവം നമ്മളിൽ കൂടി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. സ്തോത്രം. ഒരു യോന മുഖാന്തരം അനേകർ മരണത്തിലേക്ക് വഴിപെട്ടു പോകുമ്പോൾ, അനേകർ മരണത്തിലേക്ക് പോകാൻ ഇടയായ സാഹചര്യം ഉണ്ടായതുപോലെ നാം മുഖാന്തരം അനേകർ മരണത്തിലേക്ക് പോകുവാൻ ഇടയാകാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ദൈവം നമ്മോട് പറയുന്നു, നീ എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നാം ദൈവത്തിനു വേണ്ടി എഴുന്നേൽക്കാം. നാം ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാം. ദൈവത്തിൻ്റെ ഉദ്ദേശവും ദൈവത്തിൻ്റെ മഹത്വവും നമ്മൾ കൂടി കരയേറ്റുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. ദൈവം അതിനുവേണ്ടി സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ വെളിപ്പെടട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കും.